9ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഹിസ്റ്ററിയിലെ ഫസ്റ്റ് അധ്യായത്തിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ചാപ്റ്റർ മൂവിങ് ഫോർവേഡ് ഫ്രം സ്റ്റോൺ ഏജ് എന്നാണ്. അതായത് സ്റ്റോൺ ഏജിൽ നിന്നും മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്നാണ്. അപ്പോൾ മനുഷ്യൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സ്റ്റോൺ ഏജിൽ നിന്നാണ് അവരുടെ യാത്ര തുടങ്ങുന്നത്. സ്റ്റോൺ ഏജ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പാലിയോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ അവരെങ്ങനെയാണ് സ്റ്റോണ് വെപ്പണായിട്ട് യൂസ് ചെയ്തിരുന്നത്, അതുപോലെ തന്നെയാണ് സെക്കൻഡ് സ്റ്റേജിൽ യൂസ് ചെയ്തിരുന്നത്. നെക്സ്റ്റ് സ്റ്റേജിൽ അതിലും കൂടി ഇമ്പ്രൂവ് ആയിട്ടായിരിക്കും ഇത്. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് പറയാം, മനുഷ്യൻ്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് തരംതിരിക്കുക. അവർ ഏതൊക്കെ തരത്തിലുള്ള മെറ്റൽസാണ് യൂസ് ചെയ്തിരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അവർ യൂസ് ചെയ്തിരുന്നത് സ്റ്റോൺ ആയിരുന്നു. അവർ മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്നതിനും മറ്റു മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും എല്ലാം അവർ സ്റ്റോൺ ആയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന വെപ്പൺ സ്റ്റോൺ. മനുഷ്യൻ ആദ്യകാലഘട്ടങ്ങളിൽ കല്ല് ഉപയോഗിച്ചിരുന്നത് പല തരത്തിൽ. അത് എങ്ങനെയാണ് അവർ കിട്ടിയത് അതിൻ്റെ ആ രൂപത്തിൽ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ചെത്തിക്കൂർപ്പിച്ചിട്ട് ചെത്തി മിനുക്കിയിട്ട് പല രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ അവർ ഉപയോഗിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്റ്റോൺ ഏജ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: പാലിയോലിത്തിക് ഏജ്, മിസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. ഓക്കെ.